കൂട്ടുകാരെ നമസ്കാരം. മുട്ടക്കറി വയ്ക്കുമ്പോഴേ ഇനി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളിയാണ്. ചെറിയൊരു ക്യാരറ്റിന്റെ കഷ്ണം, സവാള, രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലും ബട്ടറും ഇട്ട് അത് മെൽറ്റായിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും ഈ അരിഞ്ഞ സാധനങ്ങളെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കണേ. ഇത് വഴറ്റിയെടുത്ത് റെഡിയായിട്ട് വരുമ്പോഴേക്കും കുറച്ച് ഉപ്പും കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് അതൊന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മൈദയുടെ പൊടി അല്ലെങ്കിൽ ചോളത്തിന്റെ പൊടി അതും കൂടി അങ്ങോട്ട് ചേർത്തൊന്ന് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് പാലൊഴിക്കണേ. സാധാരണ പശുവും പാല് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് നമുക്ക് ആവശ്യത്തിന് ആ ഒരു ഗ്രേവിയുടെ ആവശ്യത്തിന് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇനി തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം. ചെറിയൊരു മധുരത്തിന് വേണ്ടിയാണ്, അതൊരു ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗ്രേവി തിളച്ചു വരുമ്പോഴേക്കും വേവിച്ച മുട്ട അതിലേക്ക് ചേർക്കണം. ഞാൻ മുട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് 2 കഷ്ണങ്ങളായിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. മുട്ട എല്ലാം കൊണ്ട് ചേർത്തിട്ട് ആ ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. വേവിക്കാനൊന്നുമില്ല, അടച്ചു വെച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോയുടെ പൗഡർ ഒന്ന് വിതറിയിടാം. ഒറിഗാനോ പൗഡർ അല്ലെങ്കിൽ ഇറ്റാലിയൻ സീസൺ എന്നൊക്കെ പറയണം അതിന്. ഇത് നമ്മുടെ ഈ പനിക്കൂർക്ക ഉണ്ടല്ലോ, പനിക്കൂർക്കയുടെ അല്ല, ഉണക്കി പൊടിച്ചെടുത്ത് തന്നെയാണ് ഈ സംഭവം. അതൊന്ന് ഉണക്കി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇറ്റാലിയൻ ഡിഷിലൊക്കെ ചേർക്കാം. കൂടി അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മുട്ടക്കറി റെഡിയാവേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.